ഹായ് എവരിവൺ, ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കുരട്ടിയുടെ ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 പാവയ്ക്കയാണ്. 2 പാവയ്ക്ക കഴുകി മുറിച്ച് അത് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് തിരുമ്മി വെച്ചേക്കുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന പാവയ്ക്ക ഞാൻ മുറിച്ചേക്കുന്നത് ഈ വലിപ്പത്തിലാണ്. കനം കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, സവോള അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയുമാണ്. അപ്പം നമുക്ക് പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോയാലോ? അപ്പം ഞാൻ പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം. സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് പാവയ്ക്ക ഇതെല്ലാമായിട്ട് യോജിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് തന്നെ അത് വഴറ്റിയെടുക്കാം. ഞാനിപ്പം ഇത് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്കത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടി അപ്പോൾ ഇത്രയായി വന്നിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി ഇടയ്ക്ക് ഒന്നും കൂടിയൊക്കെ ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടി അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റും കൂടി ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റും കൂടെ കിടന്നാൽ മതി ഇങ്ങനെ. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.